ലേൺ വിത്ത് ലേണിഫൈ. 10th പ്രിലിംസ് ഫസ്റ്റ് സ്റ്റേജിൽ ആവർത്തിച്ച ഭാഗമായിരുന്നു കുറിച്യ കലാപം. കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട് 3 ചോദ്യങ്ങളാണ് ആ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നത്. അതിൽ 2 ചോദ്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. ഒന്ന്, വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെപ്പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? പ്രസ്താവന 1, കലാപം നടന്നത് 1812-ലാണ്. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത്. കലാപത്തിൻ്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. ഇതായിരുന്നു 4 പ്രസ്താവനകൾ. ഇതിൽ തെറ്റായത് ഏത് എന്നായിരുന്നു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത് ഏതെന്നാണ്. കുണ്ടറ വിളംബരം, ആറ്റിങ്ങൽ കലാപം, കുളച്ചൽ യുദ്ധം, കുറിച്യ കലാപം, ഇതിൻ്റെയെല്ലാം വർഷം തന്നിട്ടുണ്ട്. ഇതിൽ തെറ്റായത് ഏത് എന്നായിരുന്നു ചോദ്യം. കുറിച്യ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് എന്നതായിരുന്നു മൂന്നാമത്തെ ചോദ്യം. 1812-ലാണ് കുറിച്യ ലഹള ഉണ്ടായത്. വയനാട് ജില്ലയിലെ കുറിച്യ കുംഭാര വിഭാഗത്തിൽപ്പെട്ടവരാണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. പ്രധാന നേതാവ് രാമനമ്പിയായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹളയാണ് എന്നിങ്ങനെയായിരുന്നു പ്രസ്താവനകൾ. ഇതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്താനായിരുന്നു. ഇത് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം ഒന്ന് ചെയ്തു നോക്കിയാലോ? അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കുറിച്യ കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏക ഗോത്രവർഗ കലാപമാണ് കുറിച്യ കലാപം. അതായത് നമ്മുടെ കേരളത്തിലെ ആദിവാസി വിഭാഗമായ കുറിച്യരുടെയും കുറുമ്പരുടെയും നേതൃത്വത്തിൽ നടന്ന ഒരു പ്രക്ഷോഭമായിരുന്നു കുറിച്യ കലാപം എന്ന് പറയുന്നത്. കേരളത്തിൽ എന്ന് പറയുമ്പോൾ ദക്ഷിണേന്ത്യയിലായല്ലോ. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം എന്ന് ചോദിച്ചാലും ഉത്തരം എന്ത് തന്നെയാണ്? കുറിച്യ കലാപം എന്നാണ്. നമുക്ക് മറ്റൊരു രീതിയിൽ തെക്കേ ഇന്ത്യയിൽ ഉണ്ടായ ആദ്യത്തേതും അവസാനത്തേതുമായ ഗോത്രവർഗ കലാപം എന്നും നമുക്ക് കുറിച്യ കലാപത്തെ പറയാം. ഈ കുറിച്യ കലാപം നടന്നത് 1812-ലാണ്. കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 25-നാണ് ഇത് ആരംഭിക്കുന്നത്. അപ്പോൾ കുറിച്യ കലാപം നടന്ന വർഷം 1812 മാർച്ച് 25. ഇതെവിടെയാണ് നടന്നത്? വയനാട്ടിലാണ്, അല്ലേ? വയനാട്ടിലാണ് കുറിച്യ കലാപം നടന്നത്. കുറിച്യ കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ബ്രിട്ടീഷുകാർ അധിക നികുതി ആദിവാസി വിഭാഗമായ കുറിച്യരുടെയും കുറുമ്പരുടെയും മേൽ ഏർപ്പെടുത്തിയതാണ്. നികുതിക്ക് പകരം നികുതി കൊടുത്തിരുന്നത്, അവർ സാധാരണയായി നികുതി പഴശ്ശിരാജാവിനൊക്കെ നൽകിയിരുന്നത് സാധനങ്ങളായിട്ടാണ്. അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് അവർ നികുതിയായിട്ട് നൽകിയിരുന്നത്. എന്നാൽ നികുതി സാധനങ്ങൾക്ക് പകരം പണമായി തന്നെ അടയ്ക്കാൻ അവരെ നിർബന്ധിച്ചു. ഒപ്പം നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ ഭൂമി, കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും ചെയ്തു. 3 കാരണങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത്. പൊതുവിൽ ഒരു കാര്യം തന്നെയുള്ളൂ, ഏതാണ്? നികുതി അധികമായി ഏർപ്പെടുത്തിയത്. അതിൽ തന്നെ 3 കാര്യങ്ങളായി നമ്മൾ പറയുമ്പോൾ, ഒന്നെന്താണ്? അധിക നികുതി ഏർപ്പെടുത്തിയത്. ബ്രിട്ടീഷുകാർ അധിക നികുതി ഏർപ്പെടുത്തിയത്. നികുതി സാധനങ്ങൾക്ക് പകരം പണമായി തന്നെ അടയ്ക്കാൻ അവരെ നിർബന്ധിച്ചത്. 3, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ഈ 3 കാരണങ്ങളാണ് പ്രധാനമായും കുറിച്യ കലാപത്തിലേക്ക് നയിച്ചത്. എന്നാൽ ഈ ഉയർന്ന നികുതിയോടൊപ്പം പഴശ്ശി കലാപത്തിന് ശേഷം കുറിച്യരോടുള്ള ബ്രിട്ടീഷുകാരുടെ വൈരാഗ്യ സമീപനവും നമുക്ക് കുറിച്യ കലാപത്തിന് ആക്കം കൂട്ടിയതായിട്ട് കാണാൻ സാധിക്കും. നമുക്കറിയാം, പഴശ്ശി കലാപത്തിന് കുറിച്യരും കുറുമ്പരും പഴശ്ശിയോടൊപ്പം നിന്നതാണ്. അപ്പോൾ ആ ഒരു വൈരാഗ്യ സമീപനവും ബ്രിട്ടീഷുകാർക്ക് ഇവരോടുണ്ടായിരുന്നു. അതും നമുക്കിതിൽ കാണാൻ സാധിക്കും. ഈ വയനാട്ടിലെ ഗോത്രവർഗ്ഗക്കാർ നടത്തിയിരുന്ന കൃഷി എന്ന് പറയുന്നത് വെട്ടിച്ചുട്ട് കൃഷിയായിരുന്നു. വെട്ടിച്ചുട്ട് കൃഷിയാണ്. ആ കൃഷിക്ക് അവർ അനുമതി നിഷേധിക്കുകയും ചെയ്തു. ഇങ്ങനെ ഈ നികുതി പരിഷ്കാരങ്ങളെല്ലാം നടത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ പേരാണ് തോമസ് വാർഡൻ. തോമസ് വാർഡൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് നമ്മുടെ ഈ കുറിച്യരുടെ മേൽ നികുതി ഏർപ്പെടുത്തിയത്. അപ്പോൾ ആ സമയത്ത് വയനാട് സബ് കളക്ടർ ആയിരുന്നത് TH ബേബർ ആയിരുന്നു. നിങ്ങൾ ഈ പേര് മുന്നേ കേട്ടിട്ടുണ്ടാവും. പഴശ്ശി കലാപം പഠിച്ചവർ ഈ പേര് കേട്ടിട്ടുണ്ടാവും. പഴശ്ശി കലാപത്തിൽ 2ാം പഴശ്ശി യുദ്ധത്തിൻ്റെ സമയത്ത് TH ബേബർ തന്നെയായിരുന്നു വയനാട്ടിലെ സബ് കളക്ടറായിട്ട് ഉണ്ടായിരുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ സമയത്തും, അതായത് കുറിച്യ കലാപത്തിൻ്റെ സമയത്തും സബ് കളക്ടറായിട്ട് അവിടെയുള്ളത്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം രാമൻ നമ്പിയാണ്. രാമൻ നമ്പി. ചില പുസ്തകങ്ങളിൽ രാമൻ മൂപ്പൻ എന്നും കാണാറുണ്ട്. സോ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചാൽ രാമൻ നമ്പിയാണ്.
രാമൻ നമ്പിയോടൊപ്പം നേതൃത്വം നൽകിയവരാണ് ആയിരം വീട്ടിൽ കോന്തപ്പൻ, വെൺകോലൻ കേളു, പ്ലാക്ക ചന്തു എന്നിവർ. ആരൊക്കെയാണ്? ആയിരം വീട്ടിൽ കോന്തപ്പൻ, വെൺകോലൻ കേളു, പ്ലാക്ക ചന്തു എന്നിവർ. ഈ കുറിച്യ കലാപത്തിനൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, വട്ടത്തൊപ്പിക്കാരെ നാടുകടത്തുക എന്ന്. വട്ടത്തൊപ്പിക്കാരെ നാടുകടത്തുക എന്ന മുദ്രാവാക്യം ഏത് കലാപവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ എന്താണ്? കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. ഈ കുറിച്യ കലാപത്തിൽ കുറിച്യർ മാത്രമല്ല ഉണ്ടായിരുന്നത്, കൂടെ കുറുമ്പരും പങ്കെടുക്കുന്നു. മറ്റൊരു ആദിവാസി വിഭാഗമാണ് കുറുമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ കുറിച്യരും കുറുമ്പരും എന്താണ്? കുറിച്യ കലാപത്തിൽ പങ്കെടുത്തിരുന്നു. ഈ ബ്രിട്ടീഷ് സൈന്യം നമ്മുടെ രാമൻ നമ്പി ആരായിരുന്നു? കുറിച്യ കലാപത്തിൻ്റെ നേതാവായിരുന്നു അല്ലേ? ബ്രിട്ടീഷ് സൈന്യം രാമൻ നമ്പിയെ വധിച്ചത് 1812 മെയ് 1-നാണ്. മെയ് 1-നാണ് രാമൻ നമ്പിയെ വധിക്കുന്നത്. പ്ലാക്ക ചന്തു, ആയിരം വീട്ടിൽ കോന്തപ്പൻ, രാമൻ നമ്പി എന്നിവർ ഏറ്റുമുട്ടലിൽ വധിക്കപ്പെടുകയും മറ്റൊരു പ്രമുഖ നേതാവായ വെൺകോലൻ കേളുവിനെ തൂക്കിലേറ്റുകയും ചെയ്തു. അതിനുശേഷം മെയ് 8-ന് കുറിച്യ കലാപം അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. അതായത് രാമൻ നമ്പിയെ വധിച്ചതിന് കൃത്യം ഒരാഴ്ചയ്ക്ക് ശേഷം കുറിച്യ കലാപം അടിച്ചമർത്തി. അന്ന് മൈസൂരിൽ നിന്നും സൈന്യത്തെ കൊണ്ടുവന്നാണ് ബ്രിട്ടീഷുകാർ ഇവരെ അടിച്ചമർത്തിയത്. അപ്പോൾ കുറിച്യ കലാപം ആരംഭിച്ചതെന്ന് എന്ന് ചോദിച്ചാൽ 1812 മാർച്ച് 25-നാണ്. എന്നാൽ അവസാനിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1812 മെയ് 8-നാണ്. അന്ന് വയനാട് സബ് കളക്ടറായിരുന്ന TH ബേബർ കുറിച്യ കലാപത്തെപ്പറ്റി ഇങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത്: ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാം, ആദിവാസി വിഭാഗം എന്ന് പറയുമ്പോൾ അമ്പെയ്ത്തിലൊക്കെ വളരെയധികം പ്രാവീണ്യമുള്ള ആളുകളാണ്. അപ്പോൾ അവർ അത്രത്തോളം ശക്തമായിട്ടാണ് ഈ കുറിച്യ കലാപവുമായി മുന്നോട്ട് പോയത്. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരിയാണ്. കുമാരൻ വയലേരി. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഗോത്രവർഗ സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കുറിച്യ കലാപത്തെ പറ്റി പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ്. നമുക്കിതിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിൽ ഞാൻ ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങൾ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് പറഞ്ഞു നോക്കുക. അപ്പോൾ കൂടുകയല്ലേ, ഒരുമിച്ച് ചെയ്ത് നോക്കാം. 1. വയനാട്ടിലെ ഗോത്രവർഗക്കാർ നടത്തിയിരുന്ന ഏത് തരം കൃഷിക്കാണ് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത്? ഏതാണ്? വെട്ടിച്ചുട്ട് കൃഷി. 2. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചതാര്? കുമാരൻ വയലേരി. കുറിച്യ കലാപം ആരംഭിച്ചതെന്ന്? 1812 മാർച്ച് 25. കുറിച്യ കലാപം അടിച്ചമർത്തിയതെന്ന്? 1812 മെയ് 8. കുറിച്യ കലാപത്തിന്റെ പ്രധാന നേതാവാര്? രാമൻ നമ്പി അല്ലെങ്കിൽ രാമൻ മൂപ്പൻ. കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യമെന്ത്? വട്ടത്തൊപ്പിക്കാരെ നാടുകടത്തുക. കുറിച്യ കലാപത്തിന്റെ ഭാഗമായി തൂക്കിലേറ്റിയ നേതാവ്? വെൺകോലൻ കേളു. കേരളത്തിൽ ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കോഴിക്കോട്. കുറിച്യരുടെ മേൽ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ? തോമസ് വാർഡൻ. ഇനി നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ച 3 ചോദ്യങ്ങൾ നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ? ഒന്നാമത്തെ ചോദ്യം: വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെപ്പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? 1. കലാപം നടന്നത് 1812-ലാണ്. 2. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയാണ് നിയോഗിച്ചത്. 3. കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. 4. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് 1812-ലാണ്. ശരിയല്ലേ? 1812-ലാണ് കലാപം നടന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലേ? അല്ല, കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ നിയോഗിച്ചതല്ല രാമൻ നമ്പിയെ. എന്താണ്? കുറിച്യ കലാപത്തിന്റെ നേതാവായിരുന്നു രാമൻ നമ്പി. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്.
ഇനി കലാപത്തിൻ്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം പാലിയത്തച്ഛൻ നമ്മുടെ കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരങ്ങൾ നടത്തിയ അല്ലെങ്കിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു പാലിയത്തച്ഛൻ. അതുകൊണ്ട് എന്തായാലും ഈ ഓപ്ഷൻ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വട്ടുതൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. അത് ശരിയാണ് അല്ലേ? അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് 2ഉം 3ഉമാണ്. 2ഉം 3ഉം ഓപ്ഷനായി വരുന്നത് ഓപ്ഷൻ സി ആണ്. നിങ്ങളുടെ ഉത്തരം ശരിയായിരുന്നോ? അടുത്ത ചോദ്യം നോക്കാം. താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായതേത്? കുണ്ടറ വിളംബരം 1809, ആറ്റിങ്ങൽ കലാപം 1721, കുളച്ചൽ യുദ്ധം 1741, കുറിച്യ കലാപം 1810. ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാം കുറിച്യ കലാപം 1812 എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പോൾ 1810 എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലേ? അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് തെറ്റ്. കുറിച്യ കലാപം 1810 അല്ല, 1812 ആണ്. ഇനി അവസാനത്തെ ചോദ്യം, കുറിച്യ ലഹളയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ഒന്നാമത്തെ പ്രസ്താവന 1812 കുറിച്യ ലഹള ഉണ്ടായത്. ശരിയാണ്. വയനാട് ജില്ലയിലെ കുറിച്യ കുംഭാര വിഭാഗത്തിൽപ്പെട്ടവർ ആണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് എന്നാണ് രണ്ടാമത്തെ പ്രസ്താവന. ഈ രണ്ടാമത്തെ പ്രസ്താവന തെറ്റല്ലേ? കുംഭാര വിഭാഗത്തെ പറ്റി നമ്മൾ പഠിച്ചില്ലല്ലോ, അപ്പോൾ അത് തെറ്റാണ്. പ്രധാന നേതാവ് രാമൻ നമ്പിയായിരുന്നു. ശരിയാണ്, രാമൻ നമ്പിയായിരുന്നു പ്രധാന നേതാവ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹള എന്നാണ് മൂന്നാമത്തെ പ്രസ്താവന. അത് ശരിയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. അതായത് ശരിയായ പ്രസ്താവനകൾ 1ഉം 3ഉം 4ഉമാണ്. നമുക്കറിയാം രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ തെറ്റ്. ഇവിടെ സി ഓപ്ഷനിൽ മാത്രമാണ് 2 എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാത്തത്. അങ്ങനെയും നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താം. അപ്പോൾ ഇത്രയുമാണ് കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്.